അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ വീട് മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഇവർ ചെയ്ത ജോലി എന്താണെന്നുള്ളത് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഈ പറയുന്ന സിംറ്റംസ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ നിങ്ങൾക്കോ ആരെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിലോട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അവർക്കിതൊരു വലിയൊരു ഉപകാരമായിട്ട് മാറും. അതായത് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വീടും ചുറ്റുപാടും ഒക്കെ എപ്പോഴും ചിട്ടയോടെ ഇരിക്കണം, വൃത്തിയായിട്ടിരിക്കണം, മക്കൾ വൃത്തിയായിട്ട് നടക്കണം, നമ്മൾ സെൽഫ് നന്നായിട്ടുണ്ടാവണം. എല്ലാ സ്ത്രീകളും അങ്ങനെ ആഗ്രഹിക്കുന്നവർ തന്നെ ആയിരിക്കില്ല. അങ്ങനെ അല്ലാണ്ട് എൻ്റെ ചുറ്റോടും മുഷിഞ്ഞ് നടന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ മുഷിഞ്ഞ് നടന്നോട്ടെ, എൻ്റെ മക്കൾ വൃത്തിയില്ലാതെ നടന്നോട്ടെ, അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളും ചിന്തിക്കാറില്ല. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടും ഇവർക്ക് ചെയ്ത ജോലി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇവർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചാലും കുട്ടികൾക്ക് വേണ്ടി ഇവർ എന്താ ചെയ്തതെന്നുള്ളത് ഫൈനലായിട്ട് നോക്കുന്ന സമയത്ത് ഇവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ. പാർട്ട്ണറുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവർക്ക് ഏത് നേരം ജോലി ആയിരിക്കും, എന്നാൽ ഇവർ ചെയ്ത ജോലി എന്താണെന്നുള്ളത് ഇവർക്കും അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. 24 മണിക്കൂർ വെറും 2 മണിക്കൂർ കൊണ്ട് പോകുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ അതായത് ഇവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് മറ്റുള്ളവരെല്ലാവരും. ഇപ്പോൾ ഇവർ പോയിട്ട് ഒരാളുടെ അടുത്ത് പരാതി പറയുകയാണ്, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഇങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ ചോദിക്കുന്ന സമയത്ത് അവർ തിരിച്ച് ഇവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്ക് 4-5 കുട്ടികളുണ്ട്, ഞാനിങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ 2 കുട്ടികൾ, ഞാൻ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലത്തെ ജോലികളൊന്നും തീരുന്നില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ഒന്നിനൊന്നിനും സമയം തികയുന്നില്ല, നീ എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അറിയാത്തടത്തോളം കാലം എൻ്റെ പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ അവരോട് മറുപടി പറയും, നിനക്ക് ഈ 2 കുട്ടികളും കെട്ടിയവനല്ലേ ഉള്ളൂ, എന്നിട്ട് നിനക്ക് നിൻ്റെ വീട്ടിലത്തെ ജോലിയൊന്നും തീരണില്ലേ, എൻ്റെ വീട്ടിൽ 2 കുട്ടികളുണ്ട്, അതിനുശേഷം ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഉമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ടല്ലോ, എനിക്കിതൊക്കെ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ നിനക്ക് എന്താ പറ്റാത്തതെന്ന് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്നല്ലാതെ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഇത്തരത്തിൽ ഇങ്ങനത്തെ പ്രയാസങ്ങളും ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, പക്ഷേ ഇത് OCD കൊണ്ട് സംഭവിക്കുന്നതാണോ, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ജോലികൾ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ. ഇതൊരു തരത്തിലുള്ളൊരു ഡിസോർഡറാണ്. അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഇനി പറയാൻ പോകുന്ന ടിപ്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ടിപ്സിൽ തന്നെ നിങ്ങൾ ഒരു ഇനീഷ്യൽ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ടിപ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു നോർമൽ ലൈഫ്, സാധാരണഗതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇത്തരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എന്തെങ്കിലും വിളിക്കുമ്പോൾ അവർ പറയും എനിക്ക് ജോലിയുണ്ട്, മക്കൾ എന്തെങ്കിലും വിളിക്കുമ്പോൾ പറയും എനിക്ക് ജോലിയുണ്ട്, അവരുടെ സ്വന്തമായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ചിന്തിക്കുന്ന സമയത്ത് അവർ പറയും എനിക്ക് ജോലിയുണ്ട്. ആരെങ്കിലും കറങ്ങാനോ ടൂറോ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ വിളിച്ചാൽ പറയും എനിക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ളത്. പക്ഷേ ഇത്രയേറെ ചെയ്ത് തീർത്തിട്ടും ഇവരുടെ ഒരു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനിലോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾക്കുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മളിത് അംഗീകരിക്കാൻ തയ്യാറാവുക വരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ആ പ്രശ്നമുണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവാതെ വരുമ്പോഴാണ് നമ്മളെ ചുറ്റൂടുള്ള ആൾക്കാർ എങ്ങനെ ശ്രമിച്ചാലും നമ്മൾ നന്നാവാതിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുക, നമ്മളങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല, പ്രശ്നം ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാനിത് ചെയ്തില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്കത് പറ്റിയില്ല, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവണു, അതിനൊന്നും നമുക്ക് പിന്നെ ചോദ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്കൊരു പ്രശ്നം നിലവിലുണ്ട്, ഇനി ഞാൻ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, അത് മാത്രമേ നമുക്കവിടെ ഇനി ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ നമ്മളത് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തു, യെസ് ഞാൻ ഇംപെർഫെക്റ്റ് ആണ്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞാൻ സോർട്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ആദ്യം തന്നെ ഒരു നിയ്യത്ത് എന്ന് പറയില്ലേ, ആ ഒരു കാര്യം നമ്മൾ നിയ്യത്താക്കി എടുക്കുക. കാരണം ഇപ്പോൾ നമ്മളൊരു നന്മ നമ്മുടെ ലൈഫിൽ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണ്, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് പടച്ചവനെ പുറത്തായോ, ഇസ്തിഗ്ഫാർ പറയില്ല, അതായത് ഞാൻ ഇതുവരെ ചെയ്ത തെറ്റിന് പടച്ചവനെ എനിക്ക് പുറത്തതായോ, ഇനി അങ്ങോട്ടേക്ക് ഞാൻ നന്മ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ നിയ്യത്ത് അത്രയേ ഉള്ളൂ. ഇതുവരെ എനിക്ക് പറ്റിയ വീഴ്ചകളെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ അള്ളാഹ് വിധിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഇനി അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ ലൈഫിനെ നന്നാക്കാനായിട്ട് പോകണം. ആ ഒരു നിയ്യത്ത് നമ്മൾ കറക്റ്റാക്കി എടുത്തു വെച്ചു. ആൻഡ് നമ്മുടെ ലൈഫിൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമുക്കൊരു ചിട്ട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനും പ്രേയർ അല്ലെങ്കിൽ വിശ്വാസം
വിശ്വാസം, ട്രസ്റ്റ്, ഈ ഒരു സാധനം നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിലോട്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലോട്ട് തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മാനസികാരോഗ്യം ആയിക്കോട്ടെ, ശാരീരിക ആരോഗ്യം ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുകളായിക്കോട്ടെ, എന്തും നമുക്ക് ക്ലിയർ ആക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ പ്രെയർ മുടക്കാതിരിക്കുക. ഇനി അമുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്താണോ പ്രെയറിന് ഇൻസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫുള്ളി വളർന്നബിൾ ആവേണ്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്ററുടെ അടുത്താണ്. സോ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റർ ആരാണെന്ന് വിശ്വസിക്കുന്നു അവരേനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഈസിനെ തരണേ, അതായത് എളുപ്പം തരണേ എന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, അള്ളാഹുമ്മ ഇന്നി ലിമാ അൻസൽ തൈലയ മിൻ ഹൈറിൻ ഫക്കീർ, അള്ളാഹു നിന്നിൽ നിന്നുള്ള ഏതൊരു നന്മയ്ക്കും ഞാൻ അവകാശിയാണ്, അല്ലെങ്കിൽ ഞാൻ ആവശ്യക്കാരിയാണ് എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ട് പടച്ചവനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പടച്ചവൻ നമുക്ക് കുറച്ച് ഈസിന് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു എളുപ്പം തരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ മാനസിക ശാരീരിക അസുഖങ്ങൾക്കുള്ള സിംഗിൾ റെമഡി എന്ന് പറയാം. നമ്മളെ സാമ്പത്തികം, ശാരീരികം, മാനസികം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനുള്ള ക്യാപ്സ്യൂളാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തവർക്ക് മാത്രം അറിയാവുന്ന. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ഇത്താനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത്, ഇത്താണോ അനിയത്തിയാണോ അറിയില്ല കേട്ടോ, അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ വീഡിയോ കണ്ട ശേഷമാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങിയത്, എൻ്റെ ലൈഫ് ഒരുപാട് മാറി എന്ന് പറയുന്നുണ്ടായിരുന്നു. മാഷാഅല്ലാ കണ്ടപ്പം നമ്മളിങ്ങനെ ഒരുപാട് ദീനി ചിട്ടയിൽ ജീവിക്കുന്ന ഒരാൾ അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. പക്ഷേ അവരെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു അവരൊരു എന്താ പറയുക, നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യരുതെന്നാണ് പറയുക. ബട്ട് ഈവൻ അവരെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഏകദേശം അവർ എൻ്റെയൊക്കെ ഒരു വൈബായിട്ടാണ് ഉള്ളൊരു മനുഷ്യനാണെന്നുള്ളത്. പക്ഷേ അവരിൽ ആ ഒരു ചേഞ്ചിന് അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഏതൊരു പ്രശ്നം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, തഹജ്ജുദ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈഫ് ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങളുടെ ഡേ ടൈം കൂടുതലുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ നേരത്തെ എണീക്കുകയാണ്, തഹജ്ജുദിന് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പോലും ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചേഞ്ചസ് വരുത്തി, ആ ചേഞ്ചസ് കൊണ്ട് നിങ്ങൾ എന്ത് പാഠം പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഇതുവരെ നേരെ ചൊവ്വേ വെള്ളം കുടിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ലത് സംഭവിച്ചു, എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചത്, അത് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. ഞാൻ ഇന്ന ഒരു കാര്യം എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ആ ഒരു കാരണം കൊണ്ട് ഇന്നൊരു നന്മ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ജോലി എത്ര തന്നെ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു പരിപാടിയുണ്ട് മക്കളോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്. ഹസ്ബൻഡ് ഈവൻ ഇത്രയേറെ പണി ചെയ്യുന്ന നമ്മുടെ അടുത്ത് അഡീഷണൽ ആയിട്ട് ഒറ്റ കാര്യം വെച്ചിട്ടുണ്ടാവുള്ളൂ, ഒരു ഗ്ലാസ് വെള്ളം. പക്ഷെ നമ്മളത് കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഭയങ്കര ദേഷ്യത്തിലായിരിക്കും കൊണ്ടേ കൊടുക്കുന്നുണ്ടാവും. അതായത് ഭയങ്കര ഒട്ടും ഹാപ്പി അല്ലാത്ത നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ആ വെള്ളം കൊണ്ടേ കൊടുക്കും. അയാൾ വെള്ളമല്ലേ ചോദിച്ചേ, അയാളത് കുടിക്കും. അയാൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ പോലും ചിലപ്പോൾ നോക്കുന്നുണ്ടായില്ല. കാരണം സ്ഥായി ആയിട്ടുള്ള ഒരു ഭാവം എന്ന് പറഞ്ഞാൽ വിഷാദമാണല്ലോ. ഈ പ്രശ്നങ്ങളിൽ പെട്ട് ചിരിക്കാൻ മറന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലൊന്നുമില്ല എന്നുണ്ടാവുന്ന പോലത്തെ ഒരു നിസ്സംഗമായിട്ടുള്ള ഒരു ഭാവത്തിൽ നിങ്ങൾ വെള്ളം കൊണ്ടേ കൊടുക്കണം, അയാളത് കുടിക്കുന്നു വരുന്നു. പിന്നെ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന എവിടെയായിരിക്കും? നിങ്ങളുടെ മക്കളുടെ അടുത്തായിരിക്കും അല്ലേ. ഈ ഒരു ഇതേ സെയിം പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ വന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലേലും മനുഷ്യനോട് ഒരുപാട് പണിയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ നിൻ്റെ ഒരു തേങ്ങ നീ പോയിട്ട് എടുത്ത് കുടിക്കുക അല്ലെങ്കിൽ എടുത്ത് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പഠിക്കുന്ന നന്മകൾ എഴുതി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മറ്റൊരാൾ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടെന്ന് വിചാരിച്ചു, അയാൾ നിങ്ങൾക്ക് എപ്പോഴും പണിയാന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അയാളെ നോക്കൂല, അയാൾ എന്ത് പണി ചെയ്യുന്നു, അയാളിൽ എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരാളിങ്ങനെ സ്ഥിരമായിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അയാളെ നോക്കും. ഇവളെന്നെ ഇത്രയും തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ടാണ് അവൾ എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നത്. ആ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും അല്ലേ. അതേപോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നോക്കുക. നിങ്ങളിൽ എന്തൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ജോലി നിങ്ങൾക്ക് സ്കിപ്പായിട്ട് പോകുന്നത്, അങ്ങനെയുള്ളത് നോക്കുക, എഴുതി വയ്ക്കുക. പലപ്പോഴും ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടി വരും, നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും. തുടക്കത്തിൽ മാത്രമാണ് കേട്ടോ. ഈ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിയുടെ കരുത്ത്, പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ നാളെ തിരുത്താനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ കറക്റ്റായിട്ട് കുട്ടി ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വിശക്കണമെന്ന് തൊട്ട് ഫുഡ് ചോദിക്കായിരിക്കും, നിങ്ങൾ ഫുഡ് ആവാത്തതിനായിരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് 2 മണിക്ക് എൻ്റെ മോള് വന്നിട്ട് ഫുഡ് ചോദിച്ചു, അപ്പം എൻ്റെ ഫുഡ് ആയത് 3 മണിക്കാണ്, അപ്പം നാളെ ഞാൻ 2 മണിക്ക് തന്നെ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പ്രിക്വേഷൻസ്
അഡ്രസ്സും കൂടെ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ എഴുതി വയ്ക്കുക. ആൻഡ് ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യുക, സീക്ക് ചെയ്യുക, അള്ളാൻ്റെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ്, അതേപോലെ യൂട്യൂബ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ നിങ്ങൾക്ക് അത്രമാത്രം നോളജ് വേണം അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ, മാക്സിമം 1 അവർ, അതിന് മേലത്തേക്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ആക്സസ് കൊടുക്കാതിരിക്കുക. എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ അന്വേഷയിൽ നിൽക്കുന്ന സമയത്ത് മൊബൈൽ അഡിക്ഷൻ്റെ ക്ലാസ് എടുത്ത ശേഷം നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അലമാരയ്ക്കകത്ത് വെച്ചിട്ട് പൂട്ടിയിട്ട് താക്കോല് ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുത്തയക്കുക എന്നുള്ളത്. അതായത് ആ റേക്കിനകത്ത് ഇത് മാത്രം വെച്ചിട്ട് പൂട്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് താക്കോല് കൊടുത്തയക്കുക, വരുന്നത് വരയ്ക്ക് ആ മൊബൈൽ എടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇപ്പോൾ ഈവൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെ കുറ്റം പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ചിലർ വന്നിട്ട് പറയും നീ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടുമോ, ആൾക്കാർ കാണൂല എന്നൊക്കെ പറയും. പക്ഷേ ഇവർ പോലും ഇവരുടെ ഫോട്ടോ ഡി പി വെച്ചിട്ടുണ്ടാവും, അത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫിൽറ്റർ ഇട്ട ഫോട്ടോ ഡി പി വെച്ചിട്ടുണ്ടാവും. അത് പോരാഞ്ഞിട്ട് ഇവർ സ്റ്റാറ്റസ് വയ്ക്കും. അതായത് ഇവരുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇവർ സേവ് ചെയ്തിട്ടുള്ള നമ്പർ സേവ് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇവരുടെ ഹാപ്പിനെസ് കണ്ടോട്ടെ. ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരാൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുക്കറി വീഡിയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ക്ലാസ്സുകളായിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇവർ ചെയ്യുന്ന സമയത്ത് ഇവർ അതൊന്നും ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. ഇവർ പോയ ട്രിപ്പുകൾ, ഇവരുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ, ഇവരുടെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകൾ, എല്ലാ ഹാപ്പി മൊമെൻറ്റ്സും സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ ഇവർ ചെയ്യുന്നത് തന്നെ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് തന്നെയാണ് ഇവർ സ്റ്റാറ്റസ് വെച്ചിട്ട് ചെയ്യുന്നത്. യൂട്യൂബിലാകുമ്പോൾ അൺലിമിറ്റഡ് ഓഡിയൻസ്, ഇതിലാകുമ്പോൾ ലിമിറ്റഡ് ഓഡിയൻസ്, അത്രയേ ഉള്ളൂ. ഇതിൽ മഹറമായിട്ടുള്ളവരും നോൺ മഹറമായിട്ടുള്ളവരും എല്ലാവരും കാണുന്നുണ്ടാവും, ആൻഡ് നിങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ദേഷ്യമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാരോ ഇങ്ങനെ ഒരുപാട് ഹാപ്പിനെസ് വാരി വെതറുന്നതായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കും. ആൻഡ് ഇനി ഇത് സോഷ്യൽ മീഡിയേൻ്റെ കേസിലോട്ട് വരുമ്പം ഇപ്പോൾ ഒരു ട്രേഡ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പെണ്ണിനെ നിങ്ങൾ കാണുമ്പോൾ ഒരു പെണ്ണിന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ടാവും. കുക്ക് ചെയ്യുന്നുണ്ടാവും, അടിച്ചു വരുന്നുണ്ടാവും, പാത്രം കഴുകുന്നുണ്ടാവും, തുടയ്ക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, കുട്ടികളെ നോക്കുന്നുണ്ടാവും, കെട്ടിയവനെ നോക്കുന്നുണ്ടാവും. ഒരു പക്കാ ടിപ്പിക്കൽ നാടൻ വൈഫ്. ഇപ്പോൾ ഈവൻ കുട്ടികൾ വന്നിട്ട് പറയണം ഉമ്മ എനിക്ക് ഒരു പാസ്ത വേണമെന്ന് പറഞ്ഞാൽ ഗോതമ്പ് കുഴയ്ക്കുന്നു, പാസ്ത ഉണ്ടാക്കുന്നു. ഇനി അതല്ലെങ്കിൽ ഉമ്മ എനിക്ക് ക്യാൻഡി വേണമെന്ന് പറഞ്ഞാൽ ആ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട്, അത് ചോക്ലേറ്റ് വേണം പറഞ്ഞാൽ വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, കേക്ക് വേണം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ വീട്ടിൽ എല്ലാം വീട്ടിലുണ്ടാക്കുന്നു. മക്കളുടെ ഒരു പണ്ടത്തെ ഓർഗാനിക് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്നത് എന്താണ്, ഇവർ ഒരു പച്ചക്കറി കട്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇവർ ഒരു ദോശ ചുടുന്നത്, ഇവർ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഈ കാണുന്ന നിങ്ങളതിനെ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് മാത്രമേ ഇവർ വീഡിയോയിൽ എടുക്കുന്നുണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആൾക്കാർ സ്വന്തം വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ, അതായത് ഇത്രയും കാര്യങ്ങൾ ഇവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ഇവർക്ക് ചെയ്യണം, ഇവർക്ക് പുറത്ത് പോകണം, ഇവർക്ക് ചാരിറ്റി പരിപാടികൾ ചെയ്യണം, അതായത് വേറെ എന്തെങ്കിലും അതുപോലെ പഠിക്കാനുണ്ടെങ്കിൽ ആ പഠിക്കാൻ പോകണം. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവർ വീട്ടിൽ ഒരു ജോലിക്കാരോ അല്ലെങ്കിൽ 2 ജോലിക്കാരോ ചിലപ്പോൾ 3-4 ജോലിക്കാരോ ഉണ്ടാവും. അത്രയേറെ ജോലിക്കാരുടെ ഹെൽപ്പ് കൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവരെന്ത് പറയും, ഞാൻ എൻ്റെ ഏട്ടായിയുടെ അനുസരണയുള്ള ഭാര്യയാണ്, ഏട്ടായി പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കും, ഞാനും എൻ്റെ ഏട്ടായും പാടെ പുറത്ത് പോകുന്നു, ഞങ്ങൾ വരുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ പൈസയൊന്നും വേണ്ട, ഞങ്ങൾ മിണിങ്ങി ജീവിക്കുന്നത് പോലെ ആ ഒരു ടോണിലായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവും. അതായത് ഞാനൊരു കുലസ്ത്രീ ആണ്, ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ലക്ഷറിയസ് ലൈഫ് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ജോലി മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഈ ലക്ഷറിയസ് ലൈഫ് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് വയ്ക്കും. ആൻഡ് ഇവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് ഇഷ്ടംപോലെ ഹെൽപ്പ് കിട്ടുന്നുണ്ടാവും, ഇഷ്ടംപോലെ സൈഡിൽ നിന്ന് അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ പൈസ കൊടുത്ത് ആളെ വെച്ച് ചെയ്യിപ്പിക്കാനുള്ള കഴിവും അവർക്കുണ്ടാവും, സാമ്പത്തികവും അവർക്കുണ്ടാവും. അപ്പം നിങ്ങൾ കാണുന്നത് എന്താണ്, ഈ ഒരു പെണ്ണ് മാത്രം സമ്പാദിക്കുന്നു, പഠിക്കുന്നു, മക്കളെ നോക്കുന്നു, വീട്ടിലത്തെ പണി ചെയ്യുന്നു, ഓർഗാനിക്കായിട്ട് കൊടുക്കുന്നു, മക്കളുടെ ഹെൽത്ത് നോക്കുന്നു, അവരുടെ ഹെൽത്ത് നോക്കുന്നു, അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾ കാണുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളെ നോക്കുന്ന സമയത്തോ ഇതിനേക്കാളും ചവറ് സാധനം വേറെ എവിടെയെങ്കിലും ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് തന്നെ കിണറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടിടാൻ നിങ്ങൾക്ക് തന്നെ തോന്നും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ലിമിറ്റഡ് ആക്കുക.
ഓക്കെ, പലരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ, ആ കുലസ്ത്രീ ടൈപ്പ് വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നു എന്നുള്ളത്. ഈ മോട്ടിവേഷൻ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ മോട്ടിവേഷൻ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടോ നോക്കുക. നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്കൊരു ടെൻഷൻ, ഒരു നീറ്റൽ വരും. അയ്യോ ഇവരൊക്കെ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ആ ഒരു നീറ്റലാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, നിങ്ങളതവിടെ നിർത്തണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കപ്പാസിറ്റിയിലോട്ട് നോക്കുന്നതിന് പകരം, നിങ്ങളുടെ എബിലിറ്റിയിലോട്ട് നോക്കുന്നതിന് പകരം, നിങ്ങളുടെ കഴിവിലോട്ട് നോക്കുന്നതിന് പകരം നിങ്ങൾ നോക്കുന്നത് മറ്റു പലരുടെയും ലൈഫിലോട്ടാണ്. ആ ലൈഫ് നിങ്ങൾക്ക് വേണമെന്ന് കരുതിയിട്ട് നിങ്ങൾ അതിലാണ് ഇൻസ്പയർഡ് ആവുന്നത്. സോ നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിലോട്ട് നോക്കുക. ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ നന്മകളുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ തിന്മകളുണ്ട്, അതെങ്ങനെയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് നന്നാക്കാൻ പറ്റും. ഈസിലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവ്, ഇതിപ്പോൾ എത്ര നല്ല ഭാര്യയായിട്ട് ജീവിച്ചാലും എത്ര മോശം ഭാര്യയായിട്ട് ജീവിച്ചാലും നിങ്ങൾ മരണപ്പെട്ടു പോകും. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു ജനറേഷൻ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് പോലും അറിയില്ല. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനോ എൻ്റെ മോളോ എന്നെക്കുറിച്ച് കുറച്ചാലും സംസാരിക്കുമായിരിക്കും. ഇവരുടെ കുട്ടികളെ എന്നെക്കുറിച്ച് സംസാരിക്കാനുള്ള ചാൻസ് എവിടെയില്ല. അപ്പോൾ അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളിങ്ങനെ അച്ചീവ് ചെയ്യണം ഒരൊറ്റ സാധനത്തിൻ്റെ പേരിൽ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യാൻ ലിവ് യുവർ ലൈഫ്. നമ്മുടെ പടച്ചൻ ദുനിയാവിലോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം നന്മയിൽ ജീവിച്ച് തീർക്കാനാണ്. സോ അത് ജീവിക്കുക, മറ്റുള്ളവരുടെ ജീവിതം കണ്ടു തീർക്കാനല്ല, നിങ്ങളുടെ ലൈഫ് ജീവിച്ച് തീർക്കാനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. ആൻഡ് പേർപ്പസ് ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ വീട് ക്ലീൻ ചെയ്ത് വെച്ച് നമ്മൾ OCD-കാരെക്കാളും കഷ്ടമായിട്ട് എല്ലാവരുടെയും പൊടി തുറച്ച് അങ്ങനെ വെക്കലല്ല നമ്മുടെ പർപ്പസ്. ഇൻ കേസ് നമ്മളത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പർപ്പസിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ സെർവ് ചെയ്യുന്നു, അത് അള്ളാഹുവിൻ്റെ ഇബാദത്ത്, അള്ളാഹിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താണ്. നമ്മുടെ വീട് തൂക്കുന്നു, അത് അള്ളാഹിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ വേണ്ടി ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞില്ല, അങ്ങനെ പരാതിപ്പെട്ട് സെൽഫായിട്ട് പ്രാഗി, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അങ്ങനെ പ്രാഗി ചെയ്യുന്ന സമയത്ത് നമ്മൾ നശിപ്പിച്ച് ഓരോ നെഗറ്റീവും, നിങ്ങളെക്കുറിച്ച് പറയുന്ന ഓരോ നെഗറ്റീവും, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയാൻ അനുവദിക്കുന്ന ഓരോ നെഗറ്റീവും നിങ്ങളെ തന്നെയാണ് ബാധിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില വിഭാഗക്കാരുടെ കമൻറ്റ്, അവരെന്നെക്കുറിച്ച് ഈ പച്ചയ്ക്ക് മതവർഗീയതയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും, അവരെ പെർമനൻ്റ്ലി ഹൈഡാക്കി വയ്ക്കും എൻ്റെ ചാനലിൽ എന്നുള്ളത്. അപ്പോൾ ചിലരുടെ അടുത്ത് പറഞ്ഞത് ആവശ്യത്തെ കമൻറ്റൊക്കെ ഡിലീറ്റ് ആക്കും. ഞാൻ ഡിലീറ്റ് ആക്കും. എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനത് ഡിലീറ്റ് ആക്കും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ കമൻറ്റ് പറയുന്നു, അത് പേടിച്ചിട്ടല്ല, എനിക്ക് ഈ നെഗറ്റിവിറ്റി വേണ്ടാന്നുള്ളതുകൊണ്ടാണ്. അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഒരാൾ നിങ്ങളുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരുമായിട്ടുള്ള കമ്പനി ലിമിറ്റ് ചെയ്യുക. അത് വേണ്ട. നിങ്ങളതിനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് പിന്നെയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. സാധാരണഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ സങ്കടങ്ങൾ വേഗം പോയിട്ട് ഒരാളുടെ അടുത്ത് പറയും. അയാളാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലേ, ഇങ്ങോട്ടായോ ഞാൻ മേടിച്ചോളാം, ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി. അയാൾക്ക് വേണ്ട നിങ്ങളുടെ നെഗറ്റീവ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് നെഗറ്റീവ് കൊടുക്കും, അവരാ നെഗറ്റീവ് വാങ്ങും, അവരത് വെച്ചുകൊണ്ടിരിക്കില്ല, അവർ വേഗം അപ്പുറത്തെ ആളുടെ അടുത്ത് കൊണ്ട് തട്ടിക്കൊടുക്കും. അതിങ്ങനെ നീങ്ങി പോയിട്ട് നിങ്ങളെ തന്നെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നെഗറ്റീവിനെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എഴുതി വയ്ക്കുക, നിങ്ങൾ പഠിച്ചോണ്ടത്തെ ഹെൽപ്പിനെ ചോദിക്കുക. ഇറ്റ്സ് ഇനഫ്. അത്രയും മതി. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ട്രാക്ക് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയ അവിടെ കട്ട് ചെയ്യുക, കോൺടാക്ട്സ് മിനിമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നവരായിട്ട് കൂട്ടുകൂടുക, നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന ആളുകളായിട്ട് കൂട്ടുകൂടുക. ഞാനൊരു കാര്യം പറയട്ടെ, ദീനിൻ്റെ പേരിൽ നിങ്ങൾ കൂട്ടുകൂടുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നന്മയിൽ നിങ്ങൾ കൂട്ടുകൂടുന്ന ഏതൊരു ബന്ധവും വളരെ മനോഹരമായിരിക്കും. വളരെ അനുഭവം കൊണ്ട് പറയാം, വളരെ മനോഹരമായിരിക്കും. അവർ നിങ്ങളതിനെ ജഡ്ജ് ചെയ്യില്ല. നിങ്ങൾക്കുള്ള എന്തൊക്കെ നെഗറ്റീവ്സ്, എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു മെൻറ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരു സർക്കിൾസിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവരിൽ ഏറ്റവും പൊട്ട ഞാനാണെന്ന് വിചാരിക്കും ഞാൻ. കാരണം അത്രയും കയ്യിലിരിപ്പുള്ള ഏറ്റവും പൊട്ടിത്തെറിച്ച് നിൽക്കുന്നത് ഞാനാണെന്ന് കരുതും. പക്ഷെ ഒരാൾ പോലും ഇന്ന് വരെ ഞാനൊരു മോശക്കാരിയാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈവൻ ഫേസ് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞാനായിരിക്കും. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും നിക്കാബിടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയേറെ നിക്കാബികളുടെ ഇടയിൽ ഈവൻ ഫേസ് കാണിച്ചിരുന്ന ഞാൻ നിൽക്കണം, നീ ഫേസ് കാണിക്കുന്നവളാണല്ലേ, ആ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് ഒരിക്കലും ഒരാളും എൻ്റെ അടുത്ത് ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഐഷാക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവട്ടെ, ആ ഒരു സ്ട്രെങ്ത് നിനക്ക് ഉണ്ടാവാൻ വേണ്ടി നീ പടച്ചോൻ്റെ അടുത്ത് ദുആ ചെയ്യും, ഞങ്ങൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യാട്ടോ. ഇറ്റ്സ് ഇനഫ്. ഒരിക്കലും എൻ്റെ നെഗറ്റീവ് കാണിച്ചിട്ട് അവർ കുത്തി പറയില്ല. നിനക്ക് ആ ഒരു സ്ട്രെങ്ത് പടച്ചോൻ തരട്ടെ, അത് മതി. അവരത് ദുആ ചെയ്യുന്ന, അത് കഴിഞ്ഞ് വിടുന്നത്. കാരണം ആ ഒരു അവസ്ഥയിലോട്ട് എന്നെ എത്തിക്കട്ടെ, അല്ലെങ്കിൽ ആ ഒരു ദർജയിലോട്ട് എന്നെ ഉയർത്തട്ടെ എന്നുള്ള രീതിയിൽ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളൂ. ഒരിക്കലും നെവർ എവർ അവരെന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക.
പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് ഒരു 7 ദിവസത്തേക്ക് 7 ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ 7 ഡ്രസ്സ് മാത്രം നിങ്ങളുടെ അലമാരയ്ക്കകത്ത് വയ്ക്കുക. ബാക്കിയുള്ള സാധനങ്ങളെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യുക. ഒരു ചാക്ക് കെട്ടുക, എവിടെയെങ്കിലും കെട്ടി തൂക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിലേക്കോ സഞ്ചിയിലോട്ടോ മാറ്റുക, കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റുക. കുട്ടികളുടെ കാര്യമാണെങ്കിലും അവർക്ക് 7 ഡ്രസ്സ് വേണമെങ്കിൽ കറക്റ്റ് 7 ഡ്രസ്സ് നിങ്ങൾ വാഷ് ചെയ്യുമല്ലോ. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് മാത്രമല്ലല്ലോ ഇടുക. 3 ഡ്രസ്സ് അല്ലെങ്കിൽ 2 ഡ്രസ്സൊക്കെ. ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ 3 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ മാറ്റാറാണ് പതിവ്. ഇത് നാശമാകുമ്പോൾ കേട് വരുന്ന സമയത്ത് അത് മാറ്റിയിട്ട് മറ്റ് ബാക്കിയുള്ളതെന്ന് സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് ഒരു 2 3 എടുത്ത് വയ്ക്കാം. അങ്ങനെ അത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം വാഷ് ചെയ്താൽ മതി. 2 3 ദിവസം കൂടുന്ന സമയത്ത് വാഷ് ചെയ്താൽ മതി. ബെഡ്ഷീറ്റ് ആണെങ്കിൽ 2 എടുത്ത് വയ്ക്കുക. സ്റ്റോക്ക് മൊത്തം അലമാരയിൽ നിന്ന് ഇറക്കി നിൽക്കാണ്ട് 2 എടുത്ത് വയ്ക്കുക. 1 വിരിക്കാനും 1 സ്റ്റോക്കും. ഈ 2 മാറി ഇത് നാശമാവുന്ന സമയത്ത് മാത്രം സെപ്പറേറ്റ് വാങ്ങുക. അപ്പോൾ നിങ്ങൾ മിനിമലൈസ് ചെയ്ത് വരുന്ന സമയത്ത്, ഇത് മിനിമലൈസ് ചെയ്യാൻ പറയും, മിനിമലൈസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. വെരി ഈസി, വളരെ ഈസിയാണ്. ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 തവണ മാത്രം ബെഡ്ഷീറ്റ് വാഷ് ചെയ്താൽ മതി. 2 ദിവസത്തേക്ക് ഒരു ബെഡ്ഷീറ്റ് 2 ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം അടുത്ത ബെഡ്ഷീറ്റ് ഇരിക്കുന്നു, അത് 2 ദിവസം ഉപയോഗിക്കും, 3-ാമത്തെ ദിവസം. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഞാൻ 2 ദിവസത്തിലൊരിക്കലും ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാറ്. നിങ്ങൾ ഡെയിലി വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ച് വാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു ഭയങ്കര ഈസിയാണ്. ഇനി നമസ്കാര കുപ്പായാണെങ്കിലും അതേപോലെ തന്നെ 2 മാത്രം കീപ്പ് ചെയ്യുക. ചിലരുടെ വീട്ടിൽ ഒരുപാടെണ്ണം ഉണ്ടാവും, ഈ ഒരുപാടെണ്ണം വാരി വലിച്ചിരുന്നുണ്ടാവും. 2 കീപ്പ് ചെയ്യുക. ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അടുത്ത ഒരെണ്ണം, ആ ഒരു രീതിയിൽ എടുത്ത് വെക്കുക. ആൻഡ് നിങ്ങൾ പാത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ 5 ആൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 6 പ്ലേറ്റ് മാത്രം വയ്ക്കുക, 6 ഗ്ലാസ് മാത്രം വയ്ക്കുക. 2 3 പാത്രങ്ങൾ വയ്ക്കുക. അപ്പോൾ കറിപ്പാത്രമാണെങ്കിൽ 2 കറിപ്പാത്രം, അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ 2. ഉപ്പേരി പാത്രമാണെങ്കിൽ 1 2. ഇതിന് മേലത്തേക്ക് നിങ്ങൾ പാത്രങ്ങളൊന്നും അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കാതിരിക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങണ്ടെന്നല്ല, ഇതൊക്കെ വാങ്ങിയാലും ഈ വാങ്ങിയതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോർ റൂമിലോ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. അത്യാവശ്യ സമയത്ത് മാത്രം എടുക്കുക. അത് ഡെയിലി ലൈഫിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പണി തീരുകയില്ല. സോ പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ടൈം ബ്ലോക്ക് ചെയ്യാം. ടൈം നീങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വീഡിയോ. ഞാൻ മാക്സിമം സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ടൈം ബ്ലോക്ക് ചെയ്യുക. രാവിലെ ഒരു 10 മണിൻ്റെ ഉള്ളിൽ ഇത്ര പണി തീർക്കണം, വൈകുന്നേരത്ത് ഇത്ര പണി തീർക്കണം, അതുപോലെ ഈവനിങ് ഇത്ര കാര്യങ്ങൾ തീർക്കണം. ഓഫ് കോഴ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ റെസ്റ്റ് ടൈം. നിങ്ങൾക്ക് വേണ്ടി ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ മാറ്റി വയ്ക്കുക. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അതിനിപ്പോൾ എന്ത് മല മറിക്കുന്ന പണി ബാക്കിയുണ്ടെങ്കിലും അത് അവിടെ ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പിന്നെ മെയിൻലി പറയാനുള്ളൊരു കാര്യം, രാത്രി തന്നെ നിങ്ങളുടെ കിച്ചൺ ക്ലീൻ ചെയ്യുക, അടുപ്പ് ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങുക. ഞാൻ എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ വ്ളോഗിലിട്ട സമയത്ത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐഷ അപ്പോൾ രാത്രി ക്ലീൻ ചെയ്തിട്ടല്ലേ കിടക്കുക? ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുക. പക്ഷേ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല. ഞാൻ തലേ ദിവസം മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, പുറത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, ആശുപത്രി കേസും പുറത്തത്തെ പരിപാടിയും ഇതെല്ലാം പാടെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് റിലേ പോയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനും ഒന്നും നിൽക്കാറില്ല കേട്ടോ. ഞാൻ നേരെ കയറി കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴും റയർലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ രാത്രി ക്ലീൻ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പോലും രാവിലെ ഞാൻ അടുപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് പണിക്ക് നിൽക്കുക കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടെ തുടച്ചിട്ട് നിന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ രാത്രി ക്ലീൻ ആക്കി വെച്ച അടുക്കളയ്ക്ക് രാവിലെ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓരോന്നിനും ഇത്ര സമയം എനിക്ക് വേണം, ഇന്ന സമയം, 1 മണിക്കൂർ എൻ്റെ കാര്യം നോക്കാൻ, 1 മണിക്കൂർ മക്കളുടെ കാര്യം നോക്കാൻ, 1 മണിക്കൂർ മക്കളെ ഫീഡ് ചെയ്യാൻ, 2 മണിക്കൂർ കുക്ക് ചെയ്യാൻ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ആ 2 മണിക്കൂറിനകത്ത് തന്നെ പുറത്തത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഡെയിലി തുടച്ചേ പറ്റൂ, ഡെയിലി പാത്രം കഴുകിയേ, ഡെയിലി തിരുമ്പിയേ പറ്റൂ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട പണികൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അതിനുശേഷം ബാക്കി നമുക്ക് ഒന്നരാടാക്കാൻ പറ്റുന്ന പണികളെയൊക്കെ ഒന്നരാടാക്കുക. ഇപ്പോൾ തിരുമ്പണമൊക്കെ ഞാൻ 2 ദിവസത്തിലൊരിക്കൽ തിരുമ്പുക. അപ്പോൾ തിരുമ്പാനുള്ളത് വാഷ് ചെയ്യാനുള്ള തുണികളിൽ ഒന്നരാടം, ഇപ്പോൾ നല്ലോണം ഉണ്ടെങ്കിൽ ഒന്നരാടം, അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ചിലർ വീക്കിലി വൺസ് ആയിരിക്കും. ഇപ്പോൾ ഒരാളോ 2 ആളുള്ള വീട്ടുകാരാണെങ്കിൽ വീക്കിലി വൺസ് ആയിരിക്കും ക്ലോത്ത് ചെയ്യുന്നുണ്ടാവുക, തുണി വാഷ് ചെയ്യുന്നുണ്ടാവുക, ലോണ്ട്രി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനെ അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും പടച്ചവൻ എളുപ്പം നേരട്ടെ. വീട്ടുജോലികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.